കിരീടത്തിൻ്റെ വിഷയമോ അല്ലെങ്കിൽ ബീഫിൻ്റെ വിഷയമോ ഒരു പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ്റെ വിഷയമോ 8-9 കൊല്ലം ഞങ്ങളുടെ കയ്യിലിരുന്നൊരു വണ്ടി 9ാമത്തെ കൊല്ലം പെട്ടെന്ന് ടാക്സ് വെട്ടിച്ച വണ്ടിയായി മാറി. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കുറേ പരിപാടികൾ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അത് തന്നെയായിരുന്നു ഞാൻ കുറച്ച് മുന്നേയും പറഞ്ഞത്. അങ്ങനെ വ്യക്തിക്കുള്ളത് തന്നെ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് അച്ഛൻ നേരത്തെ ജയിച്ചില്ല? ഗോകുല് പറഞ്ഞ അതൊരു വിവാദമോ ബീഫിനെ കുറിച്ച്? ഇതിൽ ബീഫിനെ കുറിച്ച് മാത്രമല്ല ആക്ച്വലി നമ്മൾ ചർച്ച ചെയ്യുന്നത്. കണ്ടതിന് ശേഷം എല്ലാവരും ഭയങ്കര എന്റർടൈനറും കൂടെ ആണെന്നാണ് പറഞ്ഞത്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു? ഇപ്പൊ അഭിനയിച്ചപ്പോ ഇത്രയും ഒരു എന്താണ് ഒരു എന്റർടൈനർ ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഒരിക്കലും ഇല്ല. ഇത് അഭിനയിക്കുന്ന സമയത്ത് ഇതിൽ ചന്തുവിനായിരുന്നു അതിന്റെ ഏറ്റവും കൂടുതൽ ഐഡിയ ഉണ്ടായിരുന്നത്. എനിക്കൊന്ന് ഗോകുലിനും അങ്ങനെ ഭയങ്കര ഐഡിയ ഉണ്ടായിരുന്നു. പുള്ളിക്കും ഇങ്ങനെ മാർവൽ കോമിക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ എനിക്ക് തീരെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എനിക്ക് ആദ്യത്തെ സ്ക്രീനിങ്ങിൻ്റെ സമയത്താണ് ഇത് ഇത്രയും അടിപൊളിയാണെന്ന് എനിക്ക് മനസ്സിലായത്. ബിക്കോസ് ഇത് ഒരു പുതിയ അറ്റംപ്റ്റ് ആണല്ലോ, ഒരു എക്സ്പെരിമെൻ്റ് ആണല്ലോ. ബട്ട് ചന്തു വാസ് സോ കോൺഫിഡൻസ് ഇൻ ഇറ്റ്. പക്ഷേ എനിക്കിത് തിയേറ്ററിൽ കണ്ട് ഇപ്പോൾ ഇതെല്ലാവരും ഇങ്ങനെ ചിരിക്കുന്നത് കണ്ട് ത്രൂ ഔട്ട് ചിരി ഉണ്ടായിരുന്നു. അപ്പം ഇത് നമ്മൾ കുറേ ഗിവ് അവേ കുറേ പുറത്തു നിന്നുള്ള ആൾക്കാരെയൊക്കെ വെച്ച് ചെയ്ത സ്ക്രീനിങ് ആണ്. അപ്പം ഇവരാരും നമ്മുടെ ഗസ്റ്റുകളോ അങ്ങനെയൊന്നുമില്ല. ദർ ആർ സോ മെനി റിക്വസ്റ്റ്സ്. എനിക്ക് പറയാൻ പറ്റുന്നതിൽ അധികം തന്നെ ആൾക്കാർ എല്ലാവരും നമുക്ക് അക്കോമഡേറ്റ് പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല. അത്രയും സ്വീകാര്യത ഉണ്ടായിരുന്നു. എവറി വൺ റിസീവ്ഡ് ഇറ്റ് സോ വെൽ ആൻഡ് താങ്ക് യു ഓൾ. മലയാളത്തിൽ ഇതുവരെ കാണാത്തൊരു വിഷ്വൽ ലാംഗ്വേജ് ആണല്ലോ. അപ്പം അതെങ്ങനെ ഉണ്ടായിരുന്നു നരേഷനും കാര്യങ്ങളും നിങ്ങളോട് കഥ പറഞ്ഞപ്പോഴും കാര്യങ്ങളൊക്കെ? ഞാനും അരുൺ ചേട്ടനും ആദ്യത്തെ പ്രോജക്റ്റ് അല്ല ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ ആദ്യത്തെ സിനിമ സായാഹ്ന വാർത്തകളുടെ സമയത്ത് ഒരു ആളുടെ മനസ്സിൽ ചിന്തിക്കുന്ന എൻ്റെ അടുത്ത് പറയുമ്പോൾ തന്നെ എനിക്ക് ഏകദേശം ആ ലാംഗ്വേജ് എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഞങ്ങളുടെ വൈബ് കണക്ട് ആയി അങ്ങനെ പറയാനായിട്ട്. നമുക്ക് ഗഗനചാരി വന്നപ്പോൾ സ്പെസിഫിക്കലി എനിക്കിങ്ങനെ സൂപ്പർ ഹീറോ മൂവീസ് അങ്ങനത്തേതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഈവൻ മിന്നൽ മുരളി ഇറങ്ങുമ്പോൾ ടൂവി ചേട്ടനോ ബേസിലേട്ടനോ എൻ്റെ അടുത്ത് പോസ്റ്റ് ചെയ്യാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ടീസർ ഇറങ്ങിയ സമയത്ത് എൻ്റെ ഒരു പോസ്റ്റ് എൻ്റെ പേജിൽ നിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്കിപ്പോൾ നോക്കാൻ സാധിക്കുമെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാവും എനിക്ക് അങ്ങനത്തെ മൂവീസിനോടുള്ള കമ്പം എന്താണെന്നുള്ളത്. അപ്പോൾ അതെനിക്ക് ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് എനിക്ക് വർക്കായി. സ്പെഷ്യലി ഒരു ലേഡി സൂപ്പർ ഹീറോ വരാനായിട്ട് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അനാർക്കലിയുടെ സ്റ്റണ്ട് സീക്വൻസ് ഒക്കെ ചെയ്യുമ്പം അയൺമാൻ ലാൻഡിങ്ങും ഒക്കെ ഞാൻ എൻ്റെ ആ തടിയൊക്കെ വെച്ച് അവിടെ നിന്ന് ഞാൻ ചെയ്ത് കാണിച്ചു കൊടുക്കുമായിരുന്നു അല്ലേ? അതെ അതെ, ഫ്ലൈ ചെയ്യുമ്പോൾ മറ്റേ ഇങ്ങനെയാണ് നിൽക്കേണ്ട. കറക്റ്റായിട്ടൊന്നും കിട്ടിയിട്ടില്ല, എന്നാലും ഗൂഗിൾ ഭയങ്കരമായിട്ട് പറഞ്ഞു തരുമായിരുന്നു. ബേസിക്കലി ആളുടെ ഒരു അങ്ങനെ ഒരു വോള് തന്നെ ഉണ്ടല്ലേ, ഒരു ഭയങ്കര കോമിക് മാർവൽ സാധനമൊക്കെ. ഇതാണ് പുള്ളിയുടെ വൈബ് ആക്ച്വലി, ഗോകുലിൻ്റെ വൈബ്. ഫുൾ ഓഫ് ദിസ് മറ്റേ ഏലിയൻ എന്താ പറയാ അങ്ങനത്തെ ഒന്ന് നമുക്ക് ആ സ്റ്റെപ്പിന് താഴെ ഇപ്പം കണ്ട പ്രേക്ഷകർ പറയുന്ന ഗോകുലിൽ തന്നെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണെന്ന് അർത്ഥത്തിൽ എല്ലാവരും പറയുന്നുണ്ട്. സന്തോഷം. ഓരോ സിനിമ കഴിയുന്നതും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നേരത്തെ സിനിമയെക്കാളും വൃത്തിയായിട്ട് ചെയ്യുക, നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലത്തെ മനോഹരമായ വാക്കുകൾ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുക, അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. അതിന് നമ്മൾ പ്രയത്നിക്കുന്നു. പല ക്യാരക്ടേഴ്സ് നമുക്ക് തരുന്ന റൈറ്റേഴ്സും സംവിധായകരും പിന്നെ അതിനെ വിഷ്വലി കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സിനിമാറ്റോഗ്രാഫേഴ്സും എഡിറ്റർ ടീംസും ബാക്കി DI കളറിങ് ബാക്കി ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഇവരെല്ലാവരുമാണ് ഇപ്പം നിങ്ങൾക്ക് അവസാനം ഞാൻ നന്നായിട്ട് ചെയ്തു എന്ന് തോന്നാനായിട്ടുള്ള മെയിൻ കാരണം. അതിൽ നമ്മളൊരു ഭാഗമാവുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് തരുന്ന കോണ്ടന്റ് നമ്മളങ്ങ് ഡെലിവർ ചെയ്താൽ മതി. അത് ഡയറക്ടറിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ ഡെലിവർ ചെയ്താൽ മതി. ഏറ്റവും ഈസിയസ്റ്റ് ജോബ് നമ്മുടെ ആണെന്ന് തോന്നുന്നു അല്ലേ? ഈവൻ ദോ വി ഹാവ് അവർ ഓൺ ഷെയർ ഓഫ് ഡിഫിക്കൽട്ടീസ്, എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റിൻ്റെയാണ് ഏറ്റവും ഈസിയസ്റ്റ് ജോബ് എന്ന് തോന്നുന്നു. നമ്മൾ അവരെ ആരെയും ഡിസപ്പോയിൻറ്റ് ചെയ്യാതെ നമ്മൾ വർക്ക് ചെയ്യുക, അത് നിർവഹിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പം ബ്രോനത് ഇങ്ങനെ പറയാൻ തോന്നിയത് തന്നെയാണ്. ഇപ്പം ഇപ്പോഴത്തെ ഒരു സോഷ്യൽ സിനാരിയോ ചിത്രത്തിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ടല്ലോ. ഇപ്പൊ ബീഫ് എന്ന് പറയുന്ന സംഗതി ഇനി ഫ്യൂച്ചറിൽ 2030 ആ നേരത്ത് കോർപ്പറേറ്റുകൾ പെട്ടിയിലാക്കി വിൽക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് ചിത്രം അടയാളപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പൊ അതെങ്ങനെ നോക്കി കണ്ടിരുന്നു? ഗോകുല് പറഞ്ഞ അതൊരു വിവാദമോ ബീഫിനെ കുറിച്ച്? ഇതിൽ ബീഫിനെ കുറിച്ച് മാത്രമല്ല ആക്ച്വലി നമ്മൾ ചർച്ച ചെയ്യുന്നത്. പലരുടെയും ബിലീഫ്സ്, ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് വിൽപ്പനയോ വാങ്ങിക്കുന്നതിൻ്റെയോ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറലായിട്ടുള്ള പല കളരി, കഥകളി, നെറ്റിപ്പട്ടം, നമ്മുടെ എന്താണ് പറയുന്നത്, നമ്മൾ വെള്ളത്തിലിറങ്ങുമ്പോഴുന്ന അതിൻ്റെ ലൈഫ് സേവിങ് സാധനങ്ങൾ, അതിൻ്റെയൊക്കെ ലൈഫ് ബോയ് ആണോ? BUOY ബോയ്. ഓക്കെ. അപ്പം
നമ്മളിതിൽ സിനിമ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച് കാണുകയാണെങ്കിൽ നമ്മൾ പറയാതെ പറഞ്ഞു പോയിട്ടുള്ള ചില വിഷ്വലിലൂടെ നിങ്ങൾ ചിലപ്പോൾ പോസ് ചെയ്തിട്ട് കാണേണ്ടതായിട്ടുള്ള കുറേ ചെറിയ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഡയറക്ടർ ഇതിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയ സാധനങ്ങൾ ഇപ്പോൾ വിഷ്വലായിട്ട് കാണുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇതിൻ്റെ ഒരു നമ്മൾ പറയാതെ ഈ ഒളിപ്പിച്ച് പറയുന്ന സാധനങ്ങൾ എന്തായാലും പറയാം ഡയറക്ടേഴ്സ് ബ്രില്യൻസ് എന്ന് നിങ്ങൾ പറയുന്ന കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് പ്ലേസ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഉപരി നാട്ടുകാർ കാണുക, സിനിമ അവർക്ക് റിലേറ്റ് ആവുക, അവർക്ക് ഇഷ്ടപ്പെടുക, സിനിമ സക്സസ്ഫുൾ ആവുക എന്നുള്ളതാണ് ഏതൊരു സിനിമയുടെയും വിജയം എന്ന് അവസാനം പറയുക. അതിലാരും നന്നായിട്ട് അഭിനയിച്ചില്ല, ഇതൊക്കെ ഐ തിങ്ക് മാറ്റേഴ്സ് സോ ലെസ് കമ്പയറിംഗ് ടു ഹൗ സക്സസ്ഫുൾ എ ഫിലിം ബിക്കംസ്. അപ്പോൾ ഞങ്ങൾ അതിനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഇത്രയും ഇൻവോൾവ്മെൻറ്റ് ഇവിടെ കാണുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് കണ്ടിട്ട് അതുപോലെ തന്നെ ഇൻവോൾവ്മെൻറ്റോടെ തിയേറ്ററിൽ സിനിമ കാണാൻ ആൾക്കാർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ എന്താണ് ഗഗനചാരി എന്നുള്ളത് നാച്ചുറലി ഓഡിയൻസിന് അറിയാനായിട്ട് സാധിക്കും. എല്ലാവരും ഞങ്ങളുടെ സിനിമ ഗഗനചാരിയെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാ പ്രാർത്ഥനയും. ഈ തൃശ്ശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പം തൃശ്ശൂർ എടുത്തല്ലോ, അപ്പം ഗോകുലിന് സന്തോഷം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അത്ര ആധികാരികമായിട്ട് പറയാനുള്ളൊരു പൊളിറ്റിക്കൽ നോളജൊന്നും എനിക്കില്ല. എന്നാൽ പോലും നമ്മളിൽ ജയിച്ച് വന്നിട്ടുള്ള എത്രയോ ആൾക്കാർ തോറ്റിട്ട് തന്നെയാണ് ജയിച്ച് വന്നിട്ടുള്ളത്. ചില ആൾക്കാർ ജയിക്കും, പക്ഷേ അവർ ഒന്നും ഡെലിവർ ചെയ്യില്ല, അപ്പോൾ അവർ പിന്നീട് തോക്കും. എൻ്റെ അച്ഛൻ കഴിഞ്ഞ 30-40 കൊല്ലമായിട്ട് ജനങ്ങൾക്കിടയിൽ ഇത്രയും ജനപ്രീതിയുള്ള ആളും എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ആളായിട്ട് കൂടിയും എന്തോ എൻ്റെ അച്ഛനെ അറിഞ്ഞൂടാന്നുള്ള മട്ടിലായിരുന്നു ഈ കഴിഞ്ഞ ഒരു 6-8 കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അങ്ങ് BJP വന്നപ്പോൾ പുള്ളി വേറെന്തോ ഒരു സംഭവമായി. എല്ലാവർക്കും നെഗറ്റീവ് ആയിരിക്കും. ഒരു വിഭാഗത്തെ, റിലീജിയസ് വിഭാഗത്തെ അങ്ങ് അടിച്ച് രാജ്യത്തു നിന്ന് കളയും. ഇങ്ങനത്തെ കുറേ ഇരുന്നാലോചിച്ചാൽ വളരെ ഓബിയസ് ആണെന്ന് തോന്നുന്നത് ഇരുന്ന് ആലോചിക്കാത്തത് കൊണ്ട് നെട്ടോട്ടം തിരിഞ്ഞ് കെയോസ് ഉണ്ടാക്കുന്ന ജനതയായി മാറിയിരിക്കുകയാണ് നമ്മുടേത്. എന്നിട്ടും പുള്ളി ജയിച്ചു. അപ്പോൾ അതിന് ജനങ്ങളോട് നന്ദി. അവരുടെ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും എന്താണ് ആൾ ചെയ്യുക നാട്ടുകാർക്ക് വേണ്ടിയിട്ടെന്നുള്ളത്. അത് ചെയ്യുന്നുള്ളത് നമുക്കറിയാം. നേരത്തെ അവസരം കൊടുത്തിരുന്നെങ്കിൽ അത് കൊടുത്തില്ല, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങളുടെ അച്ഛനെ കുറച്ചും കൂടെ നഷ്ടപ്പെട്ടു, പക്ഷേ ജനങ്ങൾക്ക് അച്ഛനെ കുറച്ചും കൂടെ കിട്ടി. ഇപ്പം ബേസിക്കലി BJP എന്നൊരു പാർട്ടിക്കിലുപരി സുരേഷ് ഗോപി എന്നൊരു ഹ്യൂമണെയാണ് ജനങ്ങൾ മൊത്തം സ്നേഹിച്ചത്. ഇപ്പോൾ വ്യക്തിക്കുള്ളൊരു വോട്ട് തന്നെയാണ്, വ്യക്തിക്കുള്ളൊരു വിജയം തന്നെയായിരുന്നു ഇത്. അത് തന്നെയായിരുന്നു ഞാൻ കുറച്ച് മുന്നേയും പറഞ്ഞത്. അങ്ങനെ വ്യക്തിക്കുള്ളത് തന്നെ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് അച്ഛൻ നേരത്തെ ജയിച്ചില്ല? നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഉത്തരവുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു കിരീടത്തിൻ്റെ വിഷയമോ അല്ലെങ്കിൽ ബീഫിൻ്റെ വിഷയമോ ഒരു പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ്റെ വിഷയമോ 8-9 കൊല്ലം ഞങ്ങളുടെ കയ്യിലിരുന്നൊരു വണ്ടി 9ാമത്തെ കൊല്ലം പെട്ടെന്ന് ടാക്സ് വെട്ടിച്ച വണ്ടിയായി മാറി. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കുറേ പരിപാടികൾ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. സാധാരണ ജനങ്ങൾക്ക് മീഡിയക്കാരെങ്ങനെ വളച്ചത് കാണിക്കുന്നോ ആ രീതിയിൽ മാത്രം വിശ്വസിക്കാൻ കഴിയുന്ന ജനത ഒരുപാടുണ്ട് നമുക്ക്. അപ്പോൾ അത് തന്നെയാണല്ലോ മീഡിയക്കാരായ നിങ്ങളുടെയും വിജയം. ഇതിനെ എങ്ങനെ നമ്മൾ ബൈപ്പാസ് ചെയ്യുക എന്നുള്ളതാണ് അന്ന് അച്ഛൻ ജയിക്കാത്തതും ഇപ്പോൾ ജയിച്ചതും തമ്മിലുള്ള വ്യത്യാസം. അല്ലാതെ അച്ഛനെ അറിവ് കുറവ് നാട്ടുകാർക്ക് ഇല്ലായിരുന്നു എന്നാണ്. ഈ കഴിഞ്ഞ 30-40 കൊല്ലമായിട്ട് അച്ഛൻ എന്ത് ചെയ്യുന്നു ചെയ്തിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരായിട്ട് കൂടിയും അച്ഛൻ ആദ്യം ജയിച്ചില്ല. പക്ഷെ പിന്നീട് ആസ് എ പൊളിറ്റീഷ്യൻ ഹി പ്രൂവ്ഡ് ഹിംസെൽഫ്. ഇപ്പം നിലവിൽ നിമിഷ സജയൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പം കൊടുന്ന് വൈറലാകുന്നുണ്ടല്ലോ. തൃശ്ശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല എന്ന അർത്ഥത്തിൽ നിമിഷയുടെ സ്റ്റേറ്റ്മെന്റ് ഗോകുല് കണ്ടിരുന്നുണ്ട്. നിമിഷ ഇത് അന്ന് പറഞ്ഞ സമയത്ത് മീഡിയക്കാരിത് വൈറലാക്കിയതും ഞാൻ അന്ന് കണ്ടിരുന്നു. മീഡിയക്കാരുടെ അത് വൈറലാക്കാനുള്ള എഫേർട്ടും ഞാനന്ന് കണ്ടിരുന്നു. തിരിച്ചതുപോലെ നടക്കുന്നു. എനിക്ക് ഒട്ടും സുഖമില്ല. നിമിഷ ഇത് കാരണം വിഷമിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്കോ എൻ്റെ അച്ഛനോ ഒട്ടും സന്തോഷം കൂടുതൽ തരുന്നില്ല. നിമിഷയ്ക്ക് പക്ഷേ അന്നത് പറഞ്ഞപ്പോൾ ചിലപ്പോൾ സന്തോഷം ഉണ്ടായിരിക്കാം. അത് രണ്ട് വ്യക്തികളുടെ വ്യത്യസ്തമായ പെർസെപ്ഷനും മനസ്സുമാണ്. എൻ്റെ അച്ഛൻ അതുകൊണ്ട് നിമിഷയെ വെറുക്കുകയോ അല്ലെങ്കിൽ മോശം സംസാരിക്കുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ നിമിഷയ്ക്ക് അന്നങ്ങനെ പറയാൻ തോന്നി. ഇന്ന് തിരിച്ച് നിമിഷയ്ക്കെതിരെ ഈ വീഡിയോസ് വരുമ്പോഴും എൻ്റെ അച്ഛൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതോ അത് കണ്ടതുകൊണ്ട് സന്തോഷിക്കുന്നതോ ഒന്നുമില്ല. ശരിക്കും എന്തിനാ ആൾക്കാർ ഇങ്ങനെ ആ കുട്ടിയെയും കൂടെ ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് എൻ്റെ അച്ഛൻ്റെ ചോദ്യം. മനസ്സിലായില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹാവക്കിലാണ് നമ്മുടെ മീഡിയാസ് നമ്മുടെ ഹ്യൂമൻസിനെ കൺട്രോൾ ചെയ്തുകൊണ്ടും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടും പോകുന്നതെന്ന് എനിക്ക് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തോന്നുന്നുണ്ട്. സോറി സാർ കേട്ടില്ല. ആൻറ്റി ഹിന്ദുത്വം എനിക്ക് ഞാൻ അതാ നേരത്തെ പറഞ്ഞത്. എനിക്ക് അത്ര പൊളിറ്റിക്കലി നോളജബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയല്ല ഞാൻ. പക്ഷേ മലയാളികൾക്ക് പ്രത്യേകിച്ചും ഒരു പുതിയ സംഭവത്തിനോടൊരു ചെറിയ ഹെസിറ്റേഷനാണ്. അതൊന്ന്
ഹാർനസ് ചെയ്യാനായിട്ട്. പക്ഷേ അത് ഹാർനസ് ചെയ്താൽ അത് മലയാളികൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വാനോളം പുകഴ്ത്തുകയും ചെയ്യും. ഇപ്പോൾ അതാണ് നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇതെല്ലാം ഹ്യൂമൻ ക്രിയേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ. താങ്ക് യു.